ഈ അധികാരത്തിൻ്റെ കസേരകൾ മാറുമ്പോൾ മുൻപ് വിളിച്ചു പറഞ്ഞ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് സ്വന്തം തൊണ്ടക്കുഴിയിൽ തന്നെ കുടുങ്ങിപ്പോകുന്നത് എന്ന് കാണണമെങ്കിൽ ഇന്നത്തെ കേരളത്തിലെ UDF രാഷ്ട്രീയത്തിലേക്ക് നോക്കണം. വികാരവും വിദ്വേഷവും മാത്രം മുൻനിർത്തി ഈ തിരക്കഥകൾ തയ്യാറാക്കിയാൽ ഭരണകൂടത്തിൻ്റെ കയ്യിൽ സർവ്വസന്നാഹങ്ങളും അണിയറയിൽ അണിനിരന്നാൽ പോലും നിയമത്തിൻ്റെയും വസ്തുതകളുടെയും യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ അത് എങ്ങനെ ആവിയായി പോകുമെന്നതിൻ്റെ ലൈവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 1-2 ആഴ്ചകൾക്ക് മുൻപ് ദ കോളമിസ്റ്റ് വഴി നമ്മൾ നേരത്തെ കൃത്യമായ ഒരു വിശകലനം നടത്തിയിരുന്നു. അന്ന് VVIP സുരക്ഷാ പ്രോട്ടോക്കോളുകളെയും ഉദ്യോഗസ്ഥ ഭരണക്രമങ്ങളെയും മുൻനിർത്തി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അക്കമിട്ട് നിരത്തിയ വസ്തുതകൾ, അതൊക്കെ വെറുമൊരു രാഷ്ട്രീയ പ്രതിരോധമല്ല എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോൺഗ്രസും ലീഗും ചേർന്ന് തങ്ങളുടെ രാഷ്ട്രീയ അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ചമച്ച കള്ളക്കഥകളുടെ ആയുസ് എത്രത്തോളം ഉണ്ടെന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അന്ന് നവകേരള യാത്രയുടെ ബസ്സിന് മുന്നിലേക്ക് ചാടി വീണ് മാസ് കാണിക്കാൻ നോക്കിയ ഇന്നത്തെ MLA AD തോമസും ഈ പുള്ളിക്ക് കുടപിടിക്കുന്ന UDF നേതൃത്വവും ജനങ്ങൾക്ക് മുന്നിൽ എത്രത്തോളം ദയനീയമായിട്ടാണ് ഇളിഭ്യരായി നിൽക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. നവകേരള യാത്ര എന്ന പേരിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും സഹമന്ത്രിമാരും കേരളത്തിലുടനീളം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന സമയം ഓർമ്മയുണ്ടല്ലോ. അന്ന് മുഖ്യമന്ത്രി സഞ്ചരിച്ച ആ പ്രത്യേക വാഹനത്തിന് മുന്നിലേക്ക് യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ, വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ, ക്യാമറകൾക്ക് മുന്നിൽ ഒരുതരം വില കുറഞ്ഞ ഹീറോയിസം കാണിക്കാൻ വേണ്ടി ചാടി വീണ ആളാണ് ഇന്നത്തെ UDF MLA AD തോമസ്. അന്ന് മുഖ്യമന്ത്രിയുടെ ജീവന് കാവൽ നിൽക്കാൻ ബാധ്യസ്ഥരായവർ തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തി. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് മുന്നിലേക്ക് ചാടിയ അക്രമകാരികളെ അവർ ലാത്തി കൊണ്ട് പ്രതിരോധിച്ചു, അവിടെ നിന്നും അടിച്ചോടിച്ചു. അന്ന് ആ മർദ്ദനം ഏറ്റുവാങ്ങിയ തോമസിനെ കോൺഗ്രസും ലീഗും ചേർന്ന് വലിയൊരു വിപ്ലവകാരിയായിട്ടാണ് ചിത്രീകരിച്ചത്. ഭരണമാറ്റം ഉണ്ടായപ്പോൾ UDF അധികാരത്തിൽ വന്നപ്പോൾ പണ്ട് അടികൊണ്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ തോമസ് നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അണികൾക്ക് മുന്നിൽ വന്ന് തൊണ്ട പൊട്ടി വിളിച്ചു പറഞ്ഞ കുറേ അവകാശവാദങ്ങളുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അന്ന് എന്നെ തല്ലിയ പിണറായി വിജയൻ്റെ ആ ഗൺമാന്മാരെ സർവീസിൽ നിന്ന് അപ്പാടെ ഒഴിവാക്കും, അവരെ ജയിലിലടയ്ക്കും, മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ പാഠം പഠിപ്പിക്കും എന്ന് മാത്രമല്ല, അന്ന് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ എന്ന് കോൺഗ്രസ്സുകാർ ആക്ഷേപിച്ചുകൊണ്ട് നടന്ന അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും അയാളെ അഴിക്കുള്ളിലാക്കുമെന്നും ഇതേ തോമസും രമേശ് ചെന്നിത്തലയും ഒക്കെ വലിയ ആവേശത്തോടെയാണ് വിളിച്ചു പറഞ്ഞത്. എന്നാൽ ഇന്ന് കൃത്യം ഒരു ഭരണമാറ്റത്തിന് ശേഷം പുതിയ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ഇവരുടെ ഈ വമ്പൻ അവകാശവാദങ്ങളൊക്കെ വെറും തള്ളലുകൾ മാത്രമായിരുന്നു എന്ന് സ്വന്തം അണികൾക്ക് പോലും ബോധ്യപ്പെടുകയാണ്. അന്ന് മാസ് കാണിക്കാൻ നോക്കിയ MLA AD തോമസ് ഇന്ന് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് കാണിക്കുന്ന ആ ദയനീയമായ ഇരവാദം മാത്രം മതി UDFൻ്റെ കപടതയുടെ ആഴമളക്കാൻ. ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVയിൽ സ്മൃതി പരുത്തിക്കാട് നയിച്ച ആ ഡിബേറ്റിൽ AD തോമസ് MLA വന്നിരിക്കുന്നുണ്ട്. അന്ന് സ്റ്റേജുകളിൽ കയറി അജിത് കുമാറിനെ പൂട്ടും, ഗൺമാന്മാരെ പച്ചയ്ക്ക് തിന്നും എന്ന് ആക്രോശിച്ച അതേ തോമസ് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. എന്നാൽ അവിടെ അവതാരക ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ ഈ പറയുന്ന MLAയുടെ അവസ്ഥ എന്തായിരുന്നു? അവതാരക ചോദിക്കുകയാണ്, ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും, നിങ്ങൾ അധികാരത്തിൽ വന്നിട്ടും, ആഭ്യന്തര വകുപ്പ് നിങ്ങളുടെ കയ്യിൽ ആയിട്ടും എന്തുകൊണ്ട് MR അജിത് കുമാറിനെതിരെ ഒരു ക്രിമിനൽ കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളുടെ സർക്കാരിന് കഴിയാത്തത്? എവിടെ പോയി നിങ്ങളുടെ ആ വലിയ അവകാശവാദങ്ങൾ? ഈ ചോദ്യത്തിന് മുന്നിൽ MLA AD തോമസ് വിയർക്കുകയാണ്. അന്ന് വിപ്ലവം പ്രസംഗിച്ച ആ നാവ് കൊണ്ട് ഇന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കണോ? മാധ്യമങ്ങളുടെ മുന്നിൽ ഇതൊരു മുനവച്ച ചോദ്യമാണ്, സർക്കാരിനെ പ്രതികൂട്ടി നിർത്തുന്ന ചോദ്യമാണ്. പക്ഷേ അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. ഒരു ഗവൺമെൻറ്റിന് എല്ലാ വശങ്ങളും പരിഗണിച്ചതിനു ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ. അത് സ്വാഭാവികമാണ്, അതങ്ങ് മനസ്സിലാക്കണം. എന്തൊരു മനോഹരമായ മലക്കമറിച്ചിൽ! അങ്ങനെയല്ലല്ലോ സുഹൃത്തെ നിങ്ങൾ ആദ്യം പറഞ്ഞത്. അന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഒരു വശവും നോക്കണ്ട, നിയമം നോക്കണ്ട, ഈ പിണറായിയുടെ ആൾക്കാരെ മുഴുവൻ പിടിച്ചകത്തിടണമെന്ന് പറഞ്ഞവർ ഇന്ന് സ്വന്തം ആഭ്യന്തര വകുപ്പും പോലീസും കയ്യിലിരിക്കുമ്പോൾ മാധ്യമങ്ങളോട് പറയുകയാണ്, ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കല്ലേ, സർക്കാരിന് പല വശങ്ങളും നോക്കാനുണ്ട് എന്ന്. അവതാരക വീണ്ടും ചോദിക്കുന്നു, എന്തുകൊണ്ട് ഒരു FIR പോലും ഇട്ടില്ല എന്ന ചോദ്യം നിങ്ങൾക്കുമില്ലേ? അപ്പോൾ തോമസ് പറയുകയാണ്, ചോദ്യം ന്യായമാണ്, പക്ഷേ സർക്കാരിന് ചില വശങ്ങൾ കൂടി പരിഗണിക്കേണ്ടി വരുമല്ലോ, ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം ക്ഷമിച്ചാൽ മതിയാകും. ഈ വാക്കുകളിൽ തന്നെയുണ്ട് UDFൻ്റെ പൂർണ്ണമായ പരാജയം. സ്വന്തം അണികളെ തെരുവിലിറക്കി അക്രമം കാണിക്കാൻ പ്രേരിപ്പിച്ച ഒരു നേതാവ് ഇന്ന് ഭരണത്തിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ട് സ്വന്തം പരാജയത്തെ ന്യായീകരിക്കാൻ മാധ്യമങ്ങളോട് കൈകൂപ്പുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്.
എന്തുകൊണ്ടാണ് എ ഡി തോമസ് എം എൽ എയും രമേശ് ചെന്നിത്തലയും ഇത്രത്തോളം പരിഭ്രാന്തരാകുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടുന്നത്? അതിനു മുന്നിൽ കൃത്യമായ ഒരു ഭരണഘടനാപരമായ ഡാറ്റയുണ്ട്. അന്ന് നവകേരള സദസ്സിൻ്റെ കാലത്ത് ഗൺമാന്മാരുടെ മർദ്ദനം നടന്നു എന്ന് പറയുന്ന സംഭവത്തിൽ ഈ UDF സർക്കാർ അധികാരമേറ്റ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വലിയ വാർത്താ പ്രാധാന്യത്തോടെ ഒരു തീരുമാനമെടുത്തിരുന്നു. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുക. ഈ SITയെ വച്ച് ഗൺമാന്മാരെയും MR അജിത് കുമാറിനെയും കുടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ആ അന്വേഷണ സംഘം സമർപ്പിച്ച ഏറ്റവും നിർണായകമായ റിപ്പോർട്ടിൽ എന്താണ് സംഭവിച്ചത്? അന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്ന MR അജിത് കുമാർ ഈ കേസ് അട്ടിമറിക്കാൻ ഇടപെട്ടു എന്നും റഫർ റിപ്പോർട്ട് എഴുതിത്തള്ളാൻ ശ്രമിച്ചു എന്നുമൊക്കെയാണ് ഈ SIT റിപ്പോർട്ടിലുള്ളത് എന്ന് പറഞ്ഞ് ഇവർ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ആ റിപ്പോർട്ട് ഇപ്പോഴത്തെ DGPയുടെ മേശപ്പുറത്തെത്തിയപ്പോൾ DGP എന്താണ് ചെയ്തതെന്നോ? ആ റിപ്പോർട്ടിൽ വലിയ വ്യക്തത കുറവുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് SITക്ക് തന്നെ തിരിച്ചടിച്ചു മടക്കി നൽകി. ആലോചിച്ച് നോക്കൂ. സ്വന്തം സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് അതേ സർക്കാരിൻ്റെ കീഴിലുള്ള DGP തന്നെ തള്ളിക്കളയുന്നു. കാരണം കള്ളക്കഥകൾ എഴുതി വച്ചാൽ അത് നിയമത്തിൻ്റെ മുന്നിൽ നിലനിൽക്കില്ല എന്ന് ആ ഉദ്യോഗസ്ഥന് കൃത്യമായി അറിയാം എന്നുള്ളത് കൊണ്ട്. ഇതിനേക്കാൾ വലിയൊരു ഇടുത്തിയാണ് UDF സർക്കാരിൻ്റെ നെഞ്ചിലേക്ക് ഇപ്പോൾ വീണിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, വരുന്ന ജൂലൈ 31-നകം MR അജിത് കുമാർ കേരള പോലീസിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയായ DGP റാങ്കിലേക്ക് ഔദ്യോഗികമായി ഉയർത്തപ്പെടാൻ പോവുകയാണ്. ഏതൊരു ഉദ്യോഗസ്ഥനെയാണോ ഇവർ ക്രിമിനൽ എന്ന് വിളിച്ചു കൂവിയത്, ഏതൊരു ഉദ്യോഗസ്ഥനെയാണോ സർവീസിൽ നിന്നും പുറത്താക്കുമെന്ന് തോമസ് MLA വെല്ലുവിളിച്ചത്, ആ ഉദ്യോഗസ്ഥൻ ഈ മാസം 31-ന് DGP കസേരയിലേക്ക് നിയമപരമായി നടന്നു കയറാൻ പോവുകയാണ്. കാരണം സീനിയോറിറ്റിയുടെയും IPS നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട ആ പ്രൊമോഷൻ തടയാൻ തക്കവണ്ണമുള്ള യാതൊരു തെളിവുകളോ നിയമപരമായ തടസ്സങ്ങളോ ഉണ്ടാക്കാൻ ഈ UDF സർക്കാരിൻ്റെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഭരണപരമായ നടപടിക്രമങ്ങളുടെ ഈ കാലതാമസം അജിത് കുമാറിന് അനുകൂലമായി മാറിയിരിക്കുന്നു. ജൂലൈ 31-ന് മുൻപ് അദ്ദേഹത്തിനെതിരെ ശക്തമായ ചാർജ് ഷീറ്റോ നടപടിയോ വന്നില്ലെങ്കിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശപ്രകാരം അദ്ദേഹം DGP റാങ്കിലെത്തും. ഇതൊഴിവാക്കാനാണ് ഇപ്പോൾ തോമസ് MLAയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഒക്കെ ചേർന്ന് പരിഭ്രാന്തിയോടെ ഓടി നടക്കുന്നത്. ഈ ചർച്ചയ്ക്കിടയിൽ AD തോമസ് MLA നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അത് UDFൻ്റെ കടുത്ത നിരാശയിൽ നിന്നും തോൽവി സമ്മതിക്കലിൽ നിന്നും ഉണ്ടായ ഒന്നാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ അഭിപ്രായത്തിൽ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ഏറ്റവും നല്ല നടനെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം MR അജിത് കുമാർ എന്നാണ്. അദ്ദേഹം മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടു പോയ വലിയൊരു അഭിനയ പ്രതിഭയാണ്. അദ്ദേഹം വലിയ നാടകങ്ങളാണ് കളിക്കുന്നത്. സർക്കാരിനെ പോലും അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, ഒരു ഭരണകക്ഷി MLAയുടെ വിലാപമാണിത്. അജിത് കുമാർ കഴിഞ്ഞ 10 വർഷക്കാലം P ശശിയോടൊപ്പം ചേർന്ന് ആഭ്യന്തര വകുപ്പിനെ ഇരുട്ടിൽ നിർത്തി എന്നാണ് ഇവർ ഇപ്പോഴും ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അധികാരം കിട്ടിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ ഇരുട്ടിലേക്ക് വെളിച്ചം വീശാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല? എന്തുകൊണ്ട് ആ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? ഉത്തരം ലളിതമാണ്. അവിടെ അങ്ങനെയൊരു ദുരൂഹതയും ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് കൃത്യമായ നിയമവാഴ്ചയാണ് നടന്നത്. ഉദ്യോഗസ്ഥർ അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. തങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉദ്യോഗസ്ഥർ നാടകം കളിക്കുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണ്. അജിത് കുമാറിനെ പോലൊരു സീനിയർ ഉദ്യോഗസ്ഥൻ നാളെ DGP സെൻകുമാറിൻ്റെ കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും അന്നത്തെ സർക്കാരിന് കിട്ടിയതുപോലെയുള്ള തിരിച്ചടി തങ്ങൾക്കും കിട്ടുമോ എന്ന് ഭയന്നാണ് ഈ UDF സർക്കാർ ഇപ്പോൾ പിന്നോട്ട് വലിയുന്നത്. നിയമത്തെയും കോടതിയെയും അവർക്ക് അത്രമേൽ ഭയമാണ്. കാരണം അവരുടെ കയ്യിൽ തെളിവുകളില്ല. വെറും രാഷ്ട്രീയ വിദ്വേഷം മാത്രമാണുള്ളത്. അന്ന് നവകേരള ബസ്സിന് മുന്നിൽ ചാടി മാസ് കാണിച്ച തോമസിന് ഇന്ന് മനസ്സിലാകുന്നുണ്ട് തെരുവിൽ ചാടി വീഴുന്നത് പോലെയല്ല ഭരണശിലാ കേന്ദ്രങ്ങളിൽ ഇരുന്ന് നിയമം നടപ്പിലാക്കുന്നത് എന്ന്. അന്ന് തോക്കുപയോഗിക്കാതെ ലാത്തികൊണ്ട് നിങ്ങളെ നേരിട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ പോയിട്ട് ഒരു ചെറിയ അച്ചടക്ക നടപടി പോലും എടുക്കാൻ നിങ്ങളുടെ SITക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അവർ ചെയ്തത് അനിവാര്യമായ പ്രതിരോധമായിരുന്നു എന്ന് നിയമത്തിനറിയാം. വൈകാരികമായ മുദ്രാവാക്യങ്ങൾക്കും ചാനൽ മുറിയിലെ വിലാപങ്ങൾക്കും അപ്പുറം വസ്തുതകളും നിയമവുമാണ് ഇവിടെ ജയിച്ചു നിൽക്കുന്നത്. അതിൽ വസ്തുത 1, അന്ന് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ചെയ്തത് നിയമപരമായ ഔദ്യോഗിക കൃത്യനിർവഹണമാണ്. അതിനെ തൊടാൻ ഈ സർക്കാരിന് കഴിയില്ല. ഇനി വസ്തുത 2, UDF സർക്കാർ രൂപീകരിച്ച SIT റിപ്പോർട്ട് DGP തന്നെ വ്യക്തത കുറവ് പറഞ്ഞു മടക്കിയതോടെ കോൺഗ്രസിൻ്റെ തിരക്കഥ പൊളിഞ്ഞു. ഇനി വസ്തുത 3, ജൂലൈ 31-നകം MR അജിത് കുമാർ DGP പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ UDFൻ്റെ അവകാശവാദങ്ങളുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് അടിക്കപ്പെടുന്നത്. ഇനി ഒന്നുകൂടിയുണ്ട്. അന്ന് മാസ് കാണിക്കാൻ നോക്കിയ AD തോമസ് MLA ഇന്ന് ചാനലുകളിൽ വന്നിരുന്ന് ന്യായീകരണ തൊഴിലാളിയായി മാറേണ്ടി വന്ന ഈ അവസ്ഥ തന്നെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വിജയം.